ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 14. സോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും അവന് ഒരു അരമന പണിയേണ്ടതിന് ദേവദാരുക്കളെയും കൽപ്പണിക്കാരെയും ആശാരിമാരെയും അയച്ചു. യഹോവയുടെ ജനമായ ഇസ്രായേൽ നിമിത്തം തന്റെ രാജ്യത്വം ഉന്നതി പ്രാപിച്ചതിനാൽ തന്നെ യഹോവ ഇസ്രായേലിന് രാജാവായി സ്ഥിരപ്പെടുത്തിയെന്ന് ദാവീദിന് മനസ്സിലായി. ദാവീദ് യെരൂശലേമിൽ വെച്ച് വേറെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു, വളരെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യെരൂശലേമിൽ വെച്ച് അവന് ജനിച്ച മക്കളുടെ പേരുകളാവിത്: ശമ്മുവ, ശോബാബ്, നാഥാൻ, ശലോമോൻ, ഇബ്ഹാർ, എലീശുവ, എൽ പേലത്ത്, നോഗഹ്, നേഫഗ്, യാഫിയ, എലീശാമ, ബില്യാദ, എലീഫേലത്ത്. ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി അഭിഷേകം കഴിഞ്ഞു എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിപ്പാൻ ചെന്നു. ദാവീദ് അത് കേട്ട് അവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഫെലിസ്ത്യർ വന്ന് രഫായിം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, പുറപ്പെടുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളിച്ചെയ്തു. അങ്ങനെ അവർ ബാൽപെരാസീമിൽ ചെന്നു. അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ ദൈവം എന്റെ ശത്രുക്കളെ എന്റെ കയ്യാൽ തകർത്തു കളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപെരാസീം എന്ന് പേർ പറഞ്ഞു വരുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ വിട്ടേച്ചുപോയി. അവയെ തീയിലിട്ട് ചുട്ടുകളവാൻ ദാവീദ് കൽപ്പിച്ചു. ഫെലിസ്ത്യർ പിന്നെയും താഴ്വരയിൽ വന്നു പരന്നു. ദാവീദ് പിന്നെയും ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം അവനോട്, അവരുടെ പിന്നാലെ ചെല്ലാതെ അവരെ വിട്ടുതിരിഞ്ഞ് ബാഖാവൃക്ഷങ്ങൾക്കെതിരെ അവരുടെ നേരെ ചെല്ലുക. ബാഖാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടയ്ക്കു പുറപ്പെടുക. ഫെലിസ്ത്യരുടെ സൈന്യത്തെ തോൽപ്പിപ്പാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. അവർ ഗിബെയോൻ മുതൽ ഗേസർ വരെ ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിച്ചു. ദാവീദിന്റെ കീർത്തി സകല ദേശങ്ങളിലും പരക്കുകയും യഹോവ അവനെയുള്ള ഭയം സർവ്വജാതികൾക്കും വരുത്തുകയും ചെയ്തു.